യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം തുടരുമ്പോൾ സൗദിയിൽ 10 വർഷമായി വധശിക്ഷ കാത്തുകഴിയുന്ന മകന്റെ മോചനത്തിനായി കഴിയുകയാണ് കോഴിക്കോട് ഫറോക്കിലെ ഒരു ഉമ്മ. മരിച്ച കുട്ടിയുടെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാകാത്തതാണ് ഫറോക്ക് സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വിലങ്ങുതടിയാകും. എന്റെ കുട്ടി കണ്ണ് കാട്ടിത്തരാൻ എന്നോട് സർമ്മങ്ങൾ നടത്തി കുട്ടി ഒന്ന് കാട്ടിത്തരാം. വേറൊന്നൊക്കെ പറയാനില്ല. കുട്ടിന്റെ കയ്യിലാരെന്തോ അബദ്ധം കുടുങ്ങി പോയതാണ് പറയും. ഇത്ര കാലമായി ഞാൻ കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹ്മാന്റെ ജീവൻ രക്ഷിക്കാൻ ഇനി ശേഷിക്കുന്നത് ഒരാഴ്ച. മോചനദ്രവ്യമായി നൽകേണ്ട 34 കോടി രൂപ സ്വരൂപിക്കാൻ കഴിയുമോ എന്ന് അറിയാതെ വിതുമ്പുകയാണ് കുടുംബം. ഇത് ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറം രാഷ്ട്രീയ ഭേദമന്യേ ഉള്ളൊരു പിരിവാണ്. എനിക്ക് പ്രത്യേക ജാതിയോ മതമോ ഇല്ല. എന്റെ ജാതി മനുഷ്യജാതി, മതം സ്നേഹബന്ധം പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ഇതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് 24 ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. സൗദിയിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി തുടങ്ങിയ ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ 34 കോടി ബ്ലഡ് മണി നൽകിയാൽ മാത്രമാണ് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ സാധിക്കുക. ആ ബ്ലഡ് മണിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 30 കോടി പിന്നിട്ടിരിക്കുന്നു. സേവ് അബ്ദുൾ റഹീം ആപ്പ് വഴിയുള്ള ഫണ്ട് സമാഹരണം ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുമായി സംസാരിച്ച് ബാങ്ക് അക്കൗണ്ട് അധികൃതരുമായി സംസാരിച്ചപ്പോൾ എമൗണ്ട് ഏതാണ്ട് ഫ്രീസ് ചെയ്തിട്ട് 30 കോടി 10 ലക്ഷത്തിലെത്തി നിൽക്കുകയാണ്. എമൗണ്ട് ഇനിയിപ്പോൾ ബാങ്കുമായി സംസാരിച്ച് ഇനിയുള്ള തുക വളരെ എളുപ്പത്തിൽ അത് സമാഹരിക്കാൻ കഴിയും. നേരത്തെ ഈ സ്പൈൻ കോർട്ടിനടക്കം പ്രതിനിധികൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ശുഭകരമായ വാർത്തയാണ്. അങ്ങനെയെങ്കിൽ ഈ ബ്ലഡ് മണി സാധ്യമായിരിക്കുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം.